ആ സുരേന്ദ്രജി അല്ലേ? ആ, ഞാൻ മലപ്പുറം എടപ്പാൾ ശാഖയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കുറച്ച് നാളെ നിങ്ങളോട് കുറച്ച് കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ കാര്യം വളരെ മോശമായിട്ടാണ് കേട്ടോ. അല്ലല്ലല്ല, ഞാൻ പറയാം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? മലപ്പുറത്ത് നോയമ്പ് സമയത്ത് വന്ന പച്ചവെള്ളം കുടിക്കാൻ കിട്ടില്ല, നമ്മുടെ സഹോദരങ്ങളൊക്കെ പട്ടിണിയാണെന്നൊക്കെയാണോ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയണേ? അല്ലല്ല, അതല്ല, ഞാൻ പറയാം. ഞാൻ ഈ നോയമ്പ് സമയത്ത് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നേ. മാത്രമല്ല, നിങ്ങളിത് പറയണ സമയത്ത് ഞാനൊരു ബിരിയാണിയും കഴിച്ച് ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച് നമ്മുടെ ഷാജിച്ചേട്ടൻ്റെ കടയിൽ നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഷാജിച്ചേട്ടൻ എൻ്റെ മുഖത്തോട്ട് നോക്കിയൊരു നോട്ടമുണ്ട് എൻ്റെ സുരേന്ദ്രൻജി. ശരിക്കും പറഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ നിന്ന് മുണ്ടഴിഞ്ഞു പോയ അവസ്ഥയെ. ശരിയാണ്, ഇത് നമ്മൾ പണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് തന്നെ അതൊക്കെ പൊളിച്ചടുക്കി അവിടുത്തെ ആൾക്കാർ കൈ തന്നല്ലേ ജി. പിന്നെ അതെടുത്തിട്ട് ഉപയോഗിക്കാൻ ഒരു സ്വല്പം കോമൺ സെൻസ് കൂടി ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാ, ഈ സ്ട്രാറ്റജി ഇനി വർക്കാവില്ല. ഈ മലപ്പുറത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ കഴിയുന്നതാണ്. അവരുടെ അടുത്ത് എന്നിട്ട് വർഗീയത ഒന്നും ഒരിക്കലും അത് നമുക്ക് പറ്റില്ല ജി. ഇനി മേലെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയല്ലേ. ഇനി വിലപ്പോകുന്ന തരത്തിൽ ഏതെങ്കിലും പുതിയ അടവിറക്ക്. ഇതൊക്കെ പഴകിയ സാധനങ്ങളാണ്. അല്ല, എനിക്കറിയാം മലപ്പുറത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അവരെ താറടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യുന്നൊരു രീതിയില്ലേ ജി? എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. ഇത് പ്രസിഡന്റ് സ്ഥാനം പോയി കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു ഗവർണറെങ്കിലും ആകേണ്ട ഒരാളാണ് നിങ്ങൾ. നമ്മുടെ കുമ്മനജിയും ശ്രീധരൻജിയും ഒക്കെ ഗവർണറായ സമയത്ത് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് ഞാൻ കണ്ടതാ. മാത്രമല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാതെ തോറ്റ് നിങ്ങൾ കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വട്ടം കൂടി നോക്കിയ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിനേക്കാൾ ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ ജി ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യണം. തിരിച്ചടി ആവുമെന്നോ? തിരിച്ചടി ആയി. നിങ്ങൾക്ക് നമ്മളെ എടപ്പാൾ മുമ്പ് ഓടി ഓട്ടമൊക്കെ ഓർമ്മയില്ലേ ജി? അതെ, ഭയങ്കര നാണക്കേടായിട്ടുണ്ട്. ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ. ജിക്കറിയോ, ഇന്നലെ നമ്മൾ ശാഖ പോലും തുറന്നിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കണം. പണ്ട് ബീഫ് കറി ഉള്ളിയാന്ന് പറഞ്ഞ പോലെ ഒന്നും ഇത് നിൽക്കൂലേ. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ എന്തെങ്കിലും വലിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ അങ്ങ് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക. കഷ്ടപ്പെട്ടാണ് ജി ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ഇടപ്പാളിലുള്ള അവസാനത്തെ ശാഖ കൂടെ പൂട്ടിക്കരുത്. റിക്വസ്റ്റാണ്. ഓക്കെ ജി, ധ്വജ പ്രണാമം.